മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗീയ സമ്മാനം മധുരമൊഴി. ഈ മധുരകരമായ സംസാരങ്ങളും അനുഭവങ്ങളും വചനങ്ങളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതം കൂടുതൽ മാധുര്യകരമാക്കാൻ സാധിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പല എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടുപരിചയമുള്ള ബഹുമാനപ്പെട്ട മേരി ചേച്ചിയാണ്. ചേച്ചി ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ആദ്യകാലം മുതലുള്ള ശുശ്രൂഷയാണ്. ചേച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു. ചേച്ചിയെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള കുടുംബം കോട്ടയത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട ജോസഫ് ഏട്ടനും പ്രീതി ചേച്ചിയുമാണ്. ഇവരെ ഏഞ്ചൽസ് ആർമിയുടെ തുടക്കക്കാർ കൂടിയാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം ഈ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു വിശുദ്ധൻ്റെ ഒപ്പമാണ് നമ്മുടെ മധുരമൊഴി ആരംഭിക്കുന്നത്. വാൻ എന്നാണ് അവൻ്റെ പേര്. മാർസൽ വാൻ, വിയറ്റ്നാംകാരനാണ്. കുഞ്ഞുനാളിലെ സാധാരണ നമ്മൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ തോന്നുന്ന പോലെ തന്നെ പള്ളിയോടും ദൈവിക കാര്യങ്ങളും കുറേ താല്പര്യമുള്ളതുകൊണ്ട് അവൻ വിശുദ്ധനാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പഠനം മുടങ്ങിപ്പോകുന്ന അവസ്ഥയും കുറേ ദാരിദ്ര്യാവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര വിശ്വാസിയും ദൈവസ്നേഹത്തിൽ ഭയങ്കര ജ്വലിക്കുന്ന കുഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷേ ഇവനെ ഒരു സങ്കടം ഇതാണ്, ഇവൻ എങ്ങനെ വിശുദ്ധനാണെന്ന് അറിയത്തില്ല. ഇവൻ വായിച്ച പുസ്തകങ്ങളെല്ലാം രക്തസാക്ഷികളുടെ പുസ്തകങ്ങളും ഭയങ്കര കഷ്ടപ്പെട്ടും ഭയങ്കര അധ്വാനിച്ചും കുറേ നേരം തപസ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വിശുദ്ധരായ ജീവചരിത്രങ്ങൾ അവന് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ വിചാരിച്ചു എനിക്ക് വിശുദ്ധനാകാൻ പറ്റത്തില്ല. എന്നെപ്പോലെ സാധാരണ നാട്ടിൻപുറത്ത് ജീവിച്ച കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും അറിവൊന്നുമില്ലാത്ത ഒരു കുഞ്ഞിനെ അങ്ങനെ വിശുദ്ധരാകാൻ പറ്റും. അപ്പോൾ അവൻ അവർ എപ്പോഴും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് വിശുദ്ധരാകാൻ വലിയ കൊതിയൊക്കെ ഉണ്ട്, പറ്റാൻ സാധ്യതയൊന്നുമില്ല, എന്നാലും നീ എനിക്കൊരു മാർഗ്ഗം കാണിച്ചിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അവനിങ്ങനെ അവൻ്റെ കൈ കിട്ടിയ പുസ്തകങ്ങളെല്ലാം കൂടി വിശുദ്ധ പുസ്തകങ്ങളെല്ലാം മേശപ്പുറത്ത് കൂട്ടിയിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ കണ്ണടച്ചൊരു പുസ്തകം എടുക്കും, ഈ പുസ്തകത്തിലൂടെ നീ എനിക്ക് എങ്ങനെ വിശുദ്ധരാണെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളാണ്. ഇവൻ കണ്ണടച്ച് തപ്പി 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 അവസാനം ഒരു പുസ്തകം കയ്യിലെടുത്ത് പൊക്കി നോക്കിയപ്പോൾ അതൊരു പുതുതായിട്ട് കിട്ടിയ പുസ്തകമായിരുന്നു. അത് നവമാലികയായിരുന്നു, വിശുദ്ധ കൊച്ചുരസ്യ പുണ്യവതിയുടെ ജീവചരിത്രം. അതോടെ അവൻ വളരെ ആവേശത്തോടെ ദൈവം ഒരു സൈൻ കൊടുത്തതല്ലേ തുറന്നങ്ങ് നോക്കി വായിക്കാൻ തുടങ്ങി. വായിച്ച് നോക്കിയപ്പോൾ അത്ഭുതമായി. പതിവ് പോലെ കാണുന്ന മതപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രക്തസാക്ഷിത്വങ്ങളോ അല്ലെങ്കിൽ വലിയ പീഡനങ്ങളോ അല്ലെങ്കിൽ വളരെ നിഷ്ഠയുള്ള ജീവിതം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം. ഇതവന് ഭയങ്കരമായിട്ട് അങ്ങ് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. എനിക്ക് വിശുദ്ധനാകാൻ പറ്റും, ഇങ്ങനൊരു വിശുദ്ധ ഉണ്ടെങ്കിൽ ഇവൾ പോയ വഴിയെ പോകാമെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറ്റും. അന്നേരം തന്നെ ഇവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മേ, എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, ഈ കുഞ്ഞു സഹോദരി എനിക്ക് ഭൂമിയിലേക്ക് അയച്ചതാ, എന്നിട്ട് ഇവൾ എങ്ങനെയൊക്കെ ജീവിച്ചതെന്ന് ജീവിക്കാനായിട്ട് എന്നെ കൂടി പഠിപ്പിച്ചതാ. അത്ഭുതം എന്ന് പറയുന്നത് ഈശോ അവൻ്റെ സഹായത്തിനായി കൊച്ചുത്രേസ്യ അയച്ചു കൊടുത്തു. ഇവൻ കൊച്ചുത്രേസ്യയെ എൻ്റെ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കൊച്ചുത്രേസ്യയ്ക്കൊപ്പം ഇവൻ ജീവിത മനോഹരമായിട്ട് വിശുദ്ധരാവാനുള്ള എല്ലാ കാര്യങ്ങളും ജീവിക്കുകയും അങ്ങനെ കടന്നു പോകുകയും ഇപ്പോൾ അവൻ വെനറബിൾ ആണ്, സഭയിൽ ധന്യനായ വാനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരകരമായ സംസാരവും. എങ്ങനെ ഈ കൊച്ചുത്രേസ്യയുടെ ലിറ്റിൽ വേ അല്ലെങ്കിൽ കുറുക്ക് വഴി, നമ്മൾ വിളിക്കുന്ന കുറുക്ക് വഴിയിലൂടെ എങ്ങനെ നമുക്ക് കുടുംബം ഒന്നിച്ചേക്ക് വിശുദ്ധരാകാൻ പറ്റും, എങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ലിറ്റിൽ വേ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴെല്ലാവരും പറയും കൊച്ചുത്രേസ്യ കുറുക്ക് വഴിയിലൂടെ സ്വർഗത്തിൽ പോയി ലിറ്റിൽ വേ കണ്ടുപിടിച്ചു. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് നമ്മോടൊപ്പം ഉള്ള മേരിസിയുടെ ആദ്യ ചോദ്യം, ഏഞ്ചൽസ് ആർമിയുടെ മധ്യസ്ഥ കൂടിയാണല്ലോ കൊച്ചുത്രേസ്യ, ഏഞ്ചൽസ് ആർമിയുടെ ലൈഫ് സ്റ്റൈലും ഈ ലിറ്റിൽ വേ ആണല്ലോ. അതുകൊണ്ട് ഈ ലിറ്റിൽ വേ എന്താണെന്ന് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാമോ? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ കാര്യങ്ങളായിരിക്കും ചെയ്യാനുള്ളത്, അതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുക. ചിലപ്പോൾ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളാണെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ കളിക്കുമ്പോഴായിരിക്കാം. എല്ലാം കളിക്കുന്ന സമയത്തുള്ള ആ വഴക്കിൽ വിട്ടുകൊടുക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, വിട്ടുകൊടുക്കുക. നമ്മളിപ്പം എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട്, ഫിലിംസിലൊക്കെ കാണുന്നത്, ഒരാൾക്ക് തിരിച്ച് ചെയ്യണതാണ് ഹീറോയിസം എന്നുള്ളത്, അതാണ് തോൽപ്പിക്കുന്നതാണ് ഹീറോയിസം എന്നുള്ളത്. പക്ഷേ ഈശോനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാൻ നേരത്തേക്കും വിട്ടുകൊടുക്കലാണ് ഹീറോയിസം ആകുന്നത്. പരാജയം ഏറ്റുവാങ്ങലാണ്, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തെ പ്രതി ഏറ്റുവാങ്ങലാണ്. ഇപ്പം ഒരു പെൻസിലിന് വേണ്ടി രണ്ട് കുട്ടികൾ, ഇപ്പോൾ പ്രത്യേകതയുള്ള ഒരു പെൻസിലായിരിക്കും, അതിനുവേണ്ടി രണ്ട് കുട്ടികൾ വഴക്കിടണ സമയത്തേക്കും ആര് വിട്ടുകൊടുക്കണോ അവിടെയാണ് ഈശോൻ്റെ സ്നേഹം കൊണ്ട് നിറയണത്. അതാണ് വിട്ടുകൊടുക്കൽ, വിശുദ്ധിക്കുള്ള വഴി. അതാണ് കൊച്ചുത്രേസ്യ നമ്മളെ പഠിപ്പിക്കണത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായ പരിപാടിയാണല്ലോ, വിട്ടുകൊടുത്ത് കുഞ്ഞു കുഞ്ഞു കാര്യം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? ചേട്ടനൊന്ന് പറയാമോ, എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ ഈ ലിറ്റിൽ വേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് ശ്രമിക്കുന്നതെന്ന്?
പേഴ്സണൽ ലൈഫിൽ ഞാൻ പലപ്പോഴും എനിക്ക് മനസ്സിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ, ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഞാൻ ഈ ഈശോയോടുള്ള ഈ സ്നേഹത്തെ പ്രതി അതിനോട് തിരിച്ച് പ്രതികരിക്കാതെ ഞാൻ ഉള്ളിലത് സ്വീകരിച്ച് ക്ഷമയോടെ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിൽ സ്നേഹവും സമാധാനത്തോടു കൂടി എനിക്ക് കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട് അതൊരു ഡബിൾ ഗ്രേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ 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 അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഒരു നിയോഗപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അത് ഇരട്ടി ഗുണകരമായിട്ട്. ഞാൻ കുഞ്ഞുനാളിൽ മുതൽ കൊച്ചുരസിയുടെ പുസ്തകം നവമാലയൊക്കെ വായിച്ച്, പ്രത്യേകിച്ച് നോബിഷിറ്റി മുതലാണ് നവമാലയൊക്കെ വായിച്ച് ഒന്ന് താല്പര്യം തോന്നി തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ഒരാൾ മിഷന് വേണ്ടി പോയി. മിഷന് വേണ്ടി അദ്ദേഹം ഇക്കഡോറിലേക്ക് മിഷന് പോയി. സെബി എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ പോയപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു കൂട്ടുകാരൻ മിസ്സാണ്. എന്നാൽ ഞാനാണ് പ്രോത്സാഹിപ്പിച്ചത്, അച്ഛൻ മിഷനൊക്കെ പോകുമോ, നമുക്ക് കുറേ ആത്മാക്കളൊക്കെ നേടാമല്ലോ എന്നൊക്കെ പറഞ്ഞു വിട്ടു. പോയി കഴിഞ്ഞപ്പോൾ ഒരു ശൂന്യത, സങ്കടമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹം പോയപ്പോൾ മുതൽ ഞാൻ തീരുമാനിച്ചതാണ് ഈ ലിറ്റിൽ വേ, കൊച്ചുരസിയുടെ ലിറ്റിൽ വേ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം പല കാര്യങ്ങളൊക്കെ എപ്പോഴും കാറിൽ യാത്രയിലായിരിക്കും. ഈ ഡ്രൈവിങ് മുഴുവൻ ഇത് ഡ്രൈവിങ് അത്ര സുഖകരമായ പണിയല്ലോ. ഡ്രൈവിങ് മുഴുവൻ എല്ലാ മിഷനിലുള്ള അച്ഛന്മാർക്കും, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ അച്ഛനും വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ജോസഫ് മേഡം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ഓർമ്മ വന്നത്. അതായത് അത് ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന് എനിക്കിപ്പോൾ തിരിച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഒരു ഹരവും ഒരു സ്നേഹവും ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടുതൽ വരുന്നു. രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ട, ഇതുവരെ വലിയ അപകടങ്ങളോ അബദ്ധങ്ങളോ അല്ലെങ്കിൽ എനിക്ക് സ്ഥിരം കുറേ അബദ്ധങ്ങളും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ സ്ഥിരം ഡ്രൈവിങ്ങോട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളതാണ്. കാര്യമായ അപകടങ്ങളിൽ നിന്നൊക്കെ തമ്പുരാൻ ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്തിന് ശേഷം അതിനൊരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി ഇങ്ങനെ വീട്ടിൽ മക്കളെയൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്, നിങ്ങൾ കുടുംബം ഒന്നിച്ചൊക്കെ? കൊച്ചു ത്രേസ്യയുടെ ജീവിതം, കൊച്ചു ത്രേസ്യയുടെ ഈ ലിറ്റിൽ വേ ഒത്തിരി നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൊച്ചു ത്രേസ്യ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇലകൾ മുറ്റത്ത് ഇല കിടക്കുന്നുണ്ടെങ്കിൽ അത് ആരും പറയാതെ എടുത്ത് കളയുക, എന്നിട്ട് ഈശോയെ ആത്മാക്കളെ നേടുക. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ നല്ല കുറച്ചും കൂടി എളുപ്പമാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഞാൻ ഇടയ്ക്ക് ഓർക്കാൻ, ചിലപ്പോൾ ഈ പറഞ്ഞാലേ നമ്മൾ ആര് ചെയ്യും, ഇപ്പം 4 പെൺപിള്ളേരുള്ളതുകൊണ്ട് മിറ്റമടിക്കുന്ന ആര് ചെയ്യും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആത്മാക്കളെ നേടാം. ആത്മാക്കളെ നേടാനുള്ള അവസ്ഥ 5 ഇല കളഞ്ഞ 5 ആത്മാക്കൾ. അപ്പോൾ എത്ര ആത്മാക്കളെ നമുക്ക് സ്വർഗത്തിൽ നേടാൻ പറ്റും, അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ വരാറുണ്ട്. ഈ അടുത്ത് നടന്നൊരു സംഭവം ഞാൻ ഓർക്കായിരുന്നു. ഇളയാൾ ഭക്ഷണം കഴിക്കാൻ എനിക്ക് വേണ്ട, രാവിലെ ഒട്ടും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഉരുള എടുത്തുകൊണ്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു മോളെ ഈ ഒരു ഉരുള കഴിച്ചാൽ നമുക്ക് 10 ആത്മാക്കൾ. അപ്പോൾ അവൾ ഞാൻ ആലോചിച്ച് നോക്ക്, സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും ഇതേ ഈ ആഗ്നസിൻ്റെ അന്ന് ഉരുള കഴിച്ചില്ലേ, ആ ഉരുള കഴിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ സ്വർഗത്തിൽ കയറിയത് എന്ന് അവർ പറയുമ്പോൾ എന്ത് രസമൊക്കെ കേൾക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞാൽ ശരിയാ. അപ്പോൾ അങ്ങനെ ഒരു ഉരുള കൊടുത്തു. അപ്പോൾ അടുത്ത ഉരുള എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് 5 ആത്മാക്കളല്ലേ, പറ്റത്തില്ല 10 തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എന്നാൽ 10. ഞാൻ നോക്കുമ്പോൾ കൊച്ചു വളരെ എളുപ്പത്തിൽ ആ ഊണ് കഴിച്ചു. അപ്പോൾ വീട്ടിൽ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മറ്റത് നമ്മൾ ദേഷ്യപ്പെട്ട് ചെയ്യണ ചില സമയങ്ങളിലെല്ലാം ഈ ഒരു ആത്മാക്കളുടെ സ്നേഹവും ഈശോയുടെ സ്നേഹത്തെ പ്രതി എന്ന് പറയുമ്പോൾ അവർക്ക് അത് സ്വീകരിക്കാൻ കുറച്ചും കൂടി എളുപ്പമാവുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേച്ചി ഒരു ചോദ്യം, എനിക്ക് സംശയമാണ്. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഈ ഒരു ലിറ്റിൽ വേയുടെ, ഈ കുറുക്ക് വേയുടെ റെലവൻസ് എന്താണ്? ഇപ്പം നമ്മൾക്ക് എന്ത് കാര്യമാണെങ്കിലും ഒരു സ്ട്രെസ്സോടു കൂടിയാണ് ചെയ്യണത്. ഇപ്പം കുട്ടികളെ പാരൻറ്റിങ് എന്ന് പറയുന്ന സമയത്തേക്കും പാരൻറ്റിങ്ങിൽ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ കുറേ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നു പാരൻസ് എപ്പോഴും. ഇപ്പോൾ 1-2 കുഞ്ഞുങ്ങളുള്ളവർക്കാണെങ്കിൽ പോലും അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിലോട്ട് കുറേ സ്ട്രെയിൻ എടുക്കണം. പക്ഷെ അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് ആ എൻജോയ് ചെയ്യുന്നത് ഈശോൻ്റെ ഒപ്പമാണെങ്കിൽ, കുഞ്ഞു കാര്യങ്ങൾ അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഈശോൻ്റെ ഒപ്പം ചെയ്യുന്നു, ആ ഒരു ബോധ്യത്തിൽ സന്തോഷത്തോടു കൂടിയാണ്. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നേരത്തേക്കും ബെഡ്ഷീറ്റ് മടക്കി വെക്കണതായിരിക്കും, അവരുടെ ഡ്രസ്സ് കൊണ്ടേ വാഷ് ചെയ്യാനിടണതായിരിക്കും. കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾക്ക് ഈശോനോടൊപ്പം എല്ലാ സമർപ്പണത്തോടും നിയോഗത്തോടും കൂടി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സഹോദരി പറഞ്ഞ ഒരു സംഭവം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. വീട്ടിൽ ഭർത്താവ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുകയും കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഫാമിലിയാണ്. അപ്പോൾ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ പെട്ടെന്ന് ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്ന പല അനുഭവങ്ങളും ഉണ്ടാകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ തന്നെ എന്തോ പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചേച്ചിയെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ നന്നായിട്ട് കർണക്കുറ്റിക്ക് അടിയെ കിട്ടി. എന്നിട്ട് ഈ ചേച്ചി പെട്ടെന്ന് മനസ്സിൽ പറയുകയാണ്, തമ്പുരാനെ ഇന്ന് എനിക്ക് കിട്ടിയ ഈ സങ്കടവും വിഷമവും
ഭയങ്കര അപമാനവും എല്ലാം. തമ്പുരാനെ, ഏതെങ്കിലും സ്ഥലത്ത് ആർക്കെങ്കിലും നിരാശയിലോ ആത്മഹത്യയിലൊക്കെ പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ചേച്ചി ഇത് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിയുടെ വീട്ടിലെ ജോലിക്കാരി പെങ്കൊച്ചി, ഒരു ചെറുപ്പക്കാരിയാണ്. അവൾ ഇച്ചിരി സങ്കടകരമായ മുഖമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പണിക്ക് വേണ്ടി രാവിലെ വരികയാണ്. അപ്പോൾ നമ്മൾ ചേച്ചി ചോദിച്ചു, എന്ത് പറ്റി, എന്താണ് വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്? അപ്പോൾ ചേച്ചി ഭയങ്കര ഫ്രഷായിട്ടാണല്ലോ, ചേച്ചി അതിനേക്കാൾ വിഷമത്തിൽ നിന്ന് ഫ്രഷായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ മൊത്തത്തിൽ കുറേ നിരാശയും കുറേ ബന്ധങ്ങളുടെ ഇഷ്യൂകളും വീട്ടിൽ ഭയങ്കര സ്ട്രെസ്സൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയിട്ട് ഞാൻ ട്രെയിനിന് മുമ്പിൽ ചാടാൻ വേണ്ടി നിന്നതാണ്. ഞാൻ ട്രെയിനിന് മുമ്പിൽ ചാടാൻ നിന്ന് അങ്ങനെ ഓങ്ങി നിന്നപ്പോൾ പെട്ടെന്ന് ആരോ എന്നെ പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച് മാറ്റി. ചേച്ചിക്ക് അന്നേരമാണെന്ന് മനസ്സിലായത്. ആ സമയത്താണ് കൃത്യമായിട്ട് ഇവിടെ അടി കിട്ടിയതും അടി സ്വർഗത്തിലേക്ക് സമർപ്പിച്ചതും. കാരണം അത്രയും വലിയ അത്ഭുതം നടക്കുന്ന സമയമാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു മുട്ടുകുത്തിയൊക്കെ നിന്ന് 2-3 മണിക്കൂറൊക്കെ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കഠിനമായ കാര്യമായിരിക്കും. അതിനേക്കാളും വലുതായിരിക്കും ജീവിതത്തിൽ നടന്ന കുഞ്ഞു സാധനങ്ങളും വിഷമങ്ങളൊക്കെ ഇതുപോലെ സമർപ്പിച്ച് ചെയ്യുമ്പോൾ സ്വർഗ്ഗം ഇത്ര സ്വീകാര്യമായിട്ട് എടുക്കുമായിരിക്കും. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ അതായത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ സമർപ്പിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലോ വ്യക്തി ജീവിതങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായെന്ന അനുഭവങ്ങൾ പറയാനുണ്ടോ? ചില സമയത്ത് ചില വ്യക്തികൾ എൻ്റെ അടുത്ത് സംസാരിക്കാനും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ ഒരിക്കലൊരാൾ വളരെ വേദനയോടുകൂടി വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒത്തിരി വിലയുള്ളതാണ്. നമുക്ക് വില കിട്ടുന്ന സംഗതിയാണ്. ഇതിലൂടെ നമുക്കൊത്തിരി ആത്മാക്കളെ നേടാനും ഒക്കെ സാധിക്കും. ഇതുപോലെ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ ഒരു അനുഭവം, അതായത് ചാപ്പലിൻ്റെ മുമ്പിൽ കിടന്ന ഒരു കരിയില എടുത്തു മാറ്റിയപ്പോൾ 7 ആത്മാക്കൾ, ശുദ്ധീകരണത്തിലെ 7 ആത്മാക്കൾ വന്നിട്ട് നന്ദി പറഞ്ഞിട്ട്. ഞാൻ വായിച്ചത് ഈ സെക്കൻഡ് പാർട്ട് അധികം പേര് ആരും കേട്ടിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം കൊച്ചുരഹസ്യ പുണ്യവതി ഇല മാറ്റി വെക്കുമ്പോൾ ഒരാത്മാവ് രക്ഷപ്പെട്ടെന്ന്. പക്ഷേ അധികം പേർക്ക് അറിയാൻ മേലാത്ത വലിയ ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. ആത്മാക്കൾ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞിട്ട് പോയി, 7 ആത്മാക്കൾ രക്ഷപ്പെട്ടു, നന്ദി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ചെറിയൊരു പ്രവൃത്തി എത്രമാത്രം അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ചെയ്യുന്നത്, അതിലാണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളത് അവിടെ. അപ്പം ഞാനിത് ഈ വ്യക്തികളോട് ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശയും ഒത്തിരി സന്തോഷത്തോടും കൂടി അവിടെ നിന്ന് അന്ന് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കൊച്ചുരഹസ്യയുടെ ജീവിതത്തിലെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ച ഒരു സംഭവമായിരുന്നു. കൊച്ചുരഹസ്യ വയ്യാതെയൊക്കെ ആയിരുന്ന അവസാന നാളുകളിൽ അവൾ കിടപ്പായി പോയി, ബെഡിൽ കിടപ്പായി. അപ്പോൾ ഒരു ദിവസം അവളുടെ ഒരു കുഞ്ഞു കന്യാസ്ത്രീ, ഒത്തിരി പ്രായം കുറഞ്ഞൊരു കന്യാസ്ത്രീ കൊച്ചുരഹസ്യ കാണാൻ വന്നിട്ട് പറയുകയാണ്, ചിലപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ അസുഖമൊക്കെ കൂടുന്നത്, ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കുറേ കൂടിയൊക്കെ അസുഖമൊക്കെ മാറുമായിരിക്കും എന്നൊക്കെ ഒരു കമൻറ്റ് ചെയ്തു. അപ്പോൾ കൊച്ചുരഹസ്യ ആ സഹോദരനെ വിഷമിപ്പിക്കാതിരിക്കാനും എന്നാൽ നടക്കുന്നേക്കാന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കണം. അപ്പോൾ നടക്കാനൊന്നും വയ്യ, നടന്നു കഴിഞ്ഞാൽ കാല് പൊട്ടുന്ന വേദനയും എല്ലൊടിയുന്ന വേദനയൊക്കെയാണ്. കൊച്ചുരഹസ്യ പാടുപെട്ട് പതുക്കെ വരാന്തയിൽ കൂടെ പിടിച്ച് നടന്നു വരിക. അപ്പോൾ മഠത്തിലെ മദർ പെട്ടെന്ന് കണ്ടു. മദർ എന്ന് പറഞ്ഞ കൊച്ചുരഹസ്യ ചേച്ചി തന്നെയാണ്. മദർ എന്നിട്ട് പറഞ്ഞു, മോൾ എന്താ മണ്ടത്തര കാണിക്കുന്നത്, വയ്യാതെ കിടക്കുന്നതല്ലേ, ഇപ്പോൾ എന്തിനാ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് കൊച്ചുരഹസ്യ പറയാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാൻ ഈ വേച്ച് നടക്കുമ്പോൾ അങ്ങ് അകലെ ആഫ്രിക്കയിലെ ഏതോ ഒരു വനാന്തരത്തിൽ സുവിശേഷം പ്രഘോഷിച്ച് ഒരു സ്റ്റെപ്പ് പോലും ഇനി വെക്കാൻ പറ്റാതെ തളർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു മിഷണറിക്ക് തമ്പുരാൻ ശക്തി കൊടുത്തോളൂ. ഞാൻ നടക്കുന്നത് ആ മിഷണറിക്ക് വേണ്ടിയാണ്. എൻ്റെ ഓരോ സ്റ്റെപ്പും അത് ഒരു ഭയങ്കര സുവിശേഷ പ്രഘോഷണമാണ്. നമുക്കൊരിക്കലും അതുകൊണ്ടാണല്ലോ ഒരു മതിൽക്കെട്ടിന് അപ്പുറം പോലും ചെല്ലാത്ത ഇവളുടെ കുറുക്ക് വഴികൾ കൊണ്ട് ജീവിച്ച ഇവള് ലോകം മുഴുവനുള്ള സകല മിഷണറിയുടെ മധ്യസ്ഥയായി മാറിയത്. നമ്മുടെ കുടുംബത്തിലൊക്കെ മക്കളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു ആത്മീയതയിൽ ഒരു നെക്സ്റ്റ് ലെവൽ വളരാനൊക്കെ ഈ ഒരു സംഭവം സഹായിക്കുന്നുണ്ടോ? ഇങ്ങനെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയുള്ള ചേച്ചിമാർ ഒരുക്കിയതാണ് കൊച്ചുരഹസ്യയുടെ ജീവിതത്തിൽ ഈ കുറുക്ക് വഴി കൊച്ചുരഹസ്യ പരിശീലിച്ചതെന്ന് നമ്മളിങ്ങനെ അപ്പൊ ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് ചേച്ചി കൊച്ചുരഹസ്യനെ മടിയിലിരുത്തിയിട്ട് പറയും, മോളെ ഒരു ബുക്ക് എടുത്തിട്ട് വാ, എന്നിട്ട് നീ ഓരോന്ന് എഴുത്, നീ ഇന്ന് ഈശോയെ പ്രതി, ഈശോയുള്ള സ്നേഹത്തെ പ്രതി. ഇപ്പം നിനക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള ജ്യൂസ് നീ മാറ്റി വെക്കണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൻ വഴക്ക് പറയുമ്പോൾ തിരിച്ചു പറയാൻ തോന്നില്ല, അപ്പം നീ അതൊന്ന് എഴുതി വെക്കുക. അങ്ങനെ നീ ഓരോ ദിവസവും നീ ഈ ചെയ്യുന്ന ഓരോന്നും ഈശോയുടെ ഹൃദയത്തിൽ വെക്കുന്ന ഓരോ പൂക്കളാണ്. അപ്പം നിന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഈശോ നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ പൂക്കൾ കൊണ്ട് നിന്റെ ഹൃദയം തറയും. ഈശോയ്ക്ക് എന്തൊരു സന്തോഷം. അപ്പം ഇത് ഈ കൊച്ചിന് ഭയങ്കരമായിട്ട് ക്ലിക്കായി, കൊച്ചുത്രേസ്യക്ക്. അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചേച്ചിയുടെ അടുത്ത് വരും, ചേച്ചി എൻ്റെ ബുക്ക് നോക്കി, ഇന്ന് ഞാൻ ഈശോയെ എപ്പോഴെങ്കിലും വിഷമിപ്പിച്ചോ? അപ്പൊ ഇല്ല മോളെ, ഈശോയെ വിഷമിപ്പിച്ചില്ല. ഇങ്ങനെ പറഞ്ഞു കൊച്ചുത്രേസ്യ ഓരോ ദിവസവും ഒത്തിരി സുഹൃതങ്ങൾ ഈ കുട്ടി ഈ സമയങ്ങളിൽ എഴുതി എന്ന് പറഞ്ഞേ. ഇത് വായിച്ചപ്പം, ഈ ഒരു സംഗതി വായിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മോനെ അതികുർബാനയ്ക്ക് ഒരുക്കിയപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറയായിരുന്നു, മോനെ നമ്മളുടെ ഈ പറഞ്ഞ കൊച്ചുത്രേസ്യയുടെ അനുഭവം നമ്മൾ കുഞ്ഞു കാര്യങ്ങളൊന്നും മാറ്റി വെച്ച് നോക്കി. അപ്പം അവനന്ന്
ഒരു പ്രത്യേക കാരണത്താൽ കുറച്ചും കൂടെ നേരത്തേക്ക് ഒരു 8 വയസ്സിലൊക്കെ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ടൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം സ്വീകരിച്ചു. സ്വീകരിക്കാൻ അവസരം അവനുണ്ടായി. അപ്പം ആ സമയത്ത് ഇവൻ ഒരുങ്ങി. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ നിനക്ക് ഇഷ്ടമുള്ളത് നീ ഒന്ന് മാറ്റി വെച്ച് നോക്കി. അപ്പം ഇവൻ പറഞ്ഞ്, അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടം പഴംപൊരി, പിന്നെ ചെറുപഴം. അപ്പം ഈ കൊച്ച് അവന് ഇഷ്ടമുള്ള ഈ സാധനങ്ങൾ ഇങ്ങനെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ മാറ്റി വെച്ച് ഒരുങ്ങുമ്പോൾ ഒരു തരത്തിൽ ഓരോ സമയത്ത് ഈ പഴം കാണുമ്പോഴും കൊച്ച് അപ്പം ഈശോയെ കാണുകയാണ്, ഈശോയുടെ സ്നേഹത്തെ പ്രതി. അപ്പം ഈ ആ കുഞ്ഞുനാളിലെ പരിശീലനം കിട്ടണത് എളുപ്പമാണ്. പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പാടില്ല, ബാക്കിയെല്ലാം നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇഷ്ടമുള്ള സാധനങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളത് ചെറുതിലെ പരിശീലനം കിട്ടി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവരുടെ പഠനത്തെ പോലും സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. കാരണം മടുത്തു കഴിഞ്ഞാലും കുറച്ചുകൂടി പഠിക്കുകയാണെങ്കിൽ ദൈവസ്നേഹത്തെ പറ്റി പഠിക്കുമ്പോൾ ചേച്ചിക്ക് അങ്ങനെ അത് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കാൻ പറ്റും? ഞങ്ങളുടെ ചേട്ടൻ്റെ മോള് ചെയ്യണ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അവളിങ്ങനെ പഠിക്കുന്ന സമയത്തേക്കും പഠിക്കാൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റൊക്കെ എടുക്കുന്ന സമയത്തേക്കും ഒരു കാര്യം ചെയ്യണ എഴുന്നേറ്റ് പോവും. ഒരു കുറച്ച് സമയം പഠിക്കുമ്പോൾ തന്നെ എഴുന്നേറ്റ് പോകും. അപ്പം ചെയ്യണ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഒരു മണിക്കൂറത്തെ എൻ്റെ പഠനം ഞാൻ ഇന്ന വ്യക്തിയുടെ ഇന്ന ആവശ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത് നിയോഗമായിട്ട് സമർപ്പിക്കും. അപ്പോൾ ആ നിയോഗം വെച്ച് പഠിക്കാൻ ഇരുന്ന് കഴിയാൻ നേരത്തേക്കും ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേക്കാൻ തോന്നുമ്പോഴത്തേക്കും ആ നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ചേക്കണില്ല എന്ന് ഓർത്തിട്ട് എഴുന്നേക്കില്ല. പിന്നെ ഒരു 45 മിനിറ്റ് ആകുമ്പോൾ പിന്നെയും എഴുന്നേക്കാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ വരും. പക്ഷേ ആ നിയോഗം നടക്കാൻ വേണ്ടിയിട്ട് ആ 1 മണിക്കൂർ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കും എന്ന് പറയും. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു അത്ഭുതം നടന്നൊരു കാര്യമുണ്ട്. ആ മോൾക്ക് ഡിഗ്രിക്ക് 3rd റാങ്ക് കിട്ടി. അപ്പം നമ്മളെപ്പോഴും മക്കൾക്കൊക്കെ ഇത് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യം. ഞാനിങ്ങനെ നോബിഷിറ്റി വെച്ചൊക്കെ ആദ്യമായിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര കൊതിയും. അപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിന് നടുക്ക് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അടുത്തൊക്കെ പോയി കളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയി പെങ്ങളെന്നൊക്കെ വിളിച്ച് സന്തോഷത്തോടെയൊക്കെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയി കെട്ടിയൊക്കെ പിടിച്ചിട്ട്, അപ്പോൾ എനിക്കതുകൊണ്ട് ആ സ്നേഹം വന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വായിക്കുമായിരുന്നു കൊച്ചുത്രേസ്യ പുണ്യ. അപ്പോൾ വായിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഈ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ലൈഫ് സ്റ്റൈലും ഈ ലിറ്റിൽ വേഗം മനസ്സിലാക്കി കിട്ടിയത്. അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്തിരുന്ന കുഞ്ഞ് കാര്യമായിരുന്നു. ഞങ്ങൾക്കപ്പോൾ കുറേ കൊടി പറിക്കാനുണ്ട്. കൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുരുമുളകിൻ്റെ കൊടി പറിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ ഒത്തിരി മണിക്കൂർ എടുക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് വലിയ ഗോവണിയൊക്കെ വെച്ചിട്ട് മേളിൽ കയറുന്ന ഓരോന്ന് പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഒരാത്മാക്കൾ രക്ഷപ്പെടണേ. കുറേ കൂടി അങ്ങനെ ഓരോ നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്ന പുണ്യങ്ങളും അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ മണിക്കൂറോളം നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ചെടിക്കും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തമ്പുരാനെ ഇന്ന ആളുടെ അസുഖം മാറാൻ വേണ്ടി ഇത് സമർപ്പിക്കുന്നു. എനിക്ക് ഒത്തിരി മിറാക്കുലസായ അനുഭവങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം കുറേ കൂടി ദൈവസ്നേഹത്തിൽ വളരാനും കുറേ കൂടിയൊക്കെ ഒന്ന് ആഴപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ മക്കളെ പ്രാക്ടീസ് ചെയ്യിച്ചതിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ മക്കളെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഓർത്തൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര സങ്കടം വരും ചില കാര്യങ്ങൾ. അപ്പം നമുക്കതിനെ എന്താ പറയുക, എത്ര ആലോചിച്ചിട്ടും അങ്ങ് ആ വിഷമം പോണില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വേണമെങ്കിൽ എനിക്ക് വിഷമിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനെ പെട്ടെന്ന് ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമുക്ക് സന്തോഷിക്കാം. ഏത് വേണം, ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കും, വേണ്ട ഈശോയെ ഞാനിത് തരണം, ഇത് നിനക്ക് തരണം. എനിക്ക് അങ്ങനെ ആ തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ നമ്മളതങ്ങ് സമർപ്പിക്കണം. ആ ടൈമിൽ ഞാൻ നോക്കുമ്പോൾ മറ്റേ നമ്മൾ അത്രയും സങ്കടപ്പെട്ടിരുന്നത് നമുക്ക് അത് കൊടുത്തിപ്പോൾ നമ്മൾ 1 കിലോ പഞ്ചസാര പൈസ കൊടുത്ത് 1 കിലോ പഞ്ചസാര മേടിക്കണ മാതിരി എൻ്റെ ഈ കൊച്ചു സമർപ്പണം ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ഈശോ അത് ആത്മാക്കളെ നേടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമാധാനം അനുഭവിക്കണം. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ കിട്ടിയ ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ കുട്ടികളോട് ഇത് പങ്കുവയ്ക്കും. ഇങ്ങനെ നമ്മൾ കുഞ്ഞു കാര്യം എന്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ ചായ കുടിക്കുമ്പോൾ പോലും ഈ ചായ കുടിക്കുമ്പോൾ ഈശോയെ നിന്നുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളേട്ടാ, അങ്ങനെ എല്ലാ സാധനവും ചെയ്യും. ഇപ്പോൾ പിള്ളേർ സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഇവരുടെ അടുത്ത് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ നടന്നു പോണ വഴിക്ക് ആ നടപ്പ് അത്രയും വരെയുള്ള നടപ്പ് കാഴ്ചവെക്കുക. ബസ്സിൽ കയറുമ്പോൾ അപ്പം എന്തും കാഴ്ചവെക്കാവുന്നൊരു സംഗതിയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു അനുഭവം. കൊച്ചുത്രേസ്യ ഇവർ എല്ലാവരും മിണ്ടാമടത്തിലായിരുന്നല്ലോ. മിണ്ടാമടത്തിലായിരുന്നപ്പം അപ്പൻ കാണാൻ വരുമ്പോൾ ചേച്ചിമാരുണ്ട്, കൊച്ചുത്രേസ്യയുണ്ട്. ആകെ 1/2 മണിക്കൂറാണ് അനുവദിക്കുന്നത്. അപ്പോൾ അപ്പനുമായിട്ടുള്ള സംസാരത്തിൻ്റെ സമയത്ത് കൊച്ചുത്രേസ്യ അപ്പൻ്റെ പെറ്റായിരുന്നു. ഭയങ്കര കൊതി അപ്പനോട് മിണ്ടാനായിട്ട്. പക്ഷേ ചേച്ചിമാരെല്ലാം ഇടിച്ചു നിൽക്കാൻ മിണ്ടാനായിട്ട്. അപ്പോൾ കൊച്ചുത്രേസ്യ പറയായിരുന്നു, എനിക്ക് ആത്മകഥയിൽ എഴുതിയേക്കുക, എനിക്ക് നല്ല കൊതിയാവുണ്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് മിണ്ടാനായിട്ട്. പക്ഷേ ഈശോയെ സ്നേഹത്തെ പ്രതി
നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ആ കൊതി, എൻ്റെ ആഗ്രഹം ചേച്ചിമാർ സംസാരിക്കട്ടെ, ഞാനത് തരുന്നു. എന്നിട്ട് ഇവളിപ്പോൾ കുറച്ചൊന്ന് മാറി നിന്ന് ചേച്ചിമാരെല്ലാം സംസാരിക്കും. കറക്റ്റ് അരമണിക്കൂറാകുമ്പോൾ, നിയമം അങ്ങനെയായിരുന്നു, അരമണിക്കൂറാകുമ്പോൾ ഇവളൊന്നും അപ്പം പോകണമെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് തിരിച്ച് നടക്കുമായിരുന്നു. ഈ സമാനമായൊരു സംഭവം ഞാൻ കൊച്ചുരസിയുടെ ജീവിതത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഇവരുടെ മഠത്തിൽ ഒരു ലേഖനം ഇവർക്ക് കിട്ടി. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇത് വായിച്ച് അവരുടെ ഉല്ലാസ സമയത്ത് എല്ലാവരും വായിച്ച് സന്തോഷിക്കുകയാണ്, ഭയങ്കര പൊട്ടിച്ചിരിയൊക്കെ. അപ്പോൾ കൊച്ചുരസി ആ പർട്ടിക്കുലർ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവൾ അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര പൊട്ടിച്ചിരി, ഇതിനകത്ത് വായിച്ചിരിക്കുന്ന തമാശകളൊക്കെ ആയിട്ട് ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്തോ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇവളോട് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു, അത്ര മനോഹരമാണ് എഴുത്തെന്നൊക്കെ പറഞ്ഞ് ചിരി. അപ്പോൾ മദർ പറഞ്ഞു, എന്നാൽ നീ കൊണ്ടുപോയി ഇത് വായിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് അവൾക്ക് മുറി കൊടുത്തു വിട്ടു. അപ്പോൾ ഇവൾ സന്തോഷത്തോടെ മേടിച്ച് മുറി കൊണ്ടുപോയി. പിറ്റേ ദിവസം കൊണ്ടിട്ട് മദറിൻ്റെ തിരിച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ മദർ ചോദിച്ചു, അപ്പോൾ നമുക്ക് സന്തോഷമായോ, അത് വായിച്ച് നല്ല ഹാപ്പി ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ്, അമ്മ ഞാനത് വായിച്ചില്ല, കാരണം ഞാനത് വായിക്കാൻ എടുത്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് സന്തോഷിക്കാം, അല്ലെങ്കിൽ വായിക്കാതെ ഇരിക്കാം. ഞാൻ വായിക്കാതെ എന്ന ആശയം അടക്കാമെങ്കിൽ ശരിക്കും എന്തോരം ആത്മാക്കളെ എനിക്ക് ആ ഒരു കുഞ്ഞു പ്രവൃത്തിയിലൂടെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാം. നമ്മുടെ സഭയുടെയും ആത്മീയ ജീവിതത്തിലേക്ക് വലിയ റിച്ചായൊരു സോഴ്സ് ആയിരുന്നു ഈ ആശയടക്കം, കുഞ്ഞു കുഞ്ഞു ഉപവിപ്രവൃത്തികൾ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ സൺഡേ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ മിഷൻ ലീഗിലൊക്കെ ഇത് കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒരു ചാർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ദിവസം ചെയ്ത ഉപവിപ്രവൃത്തികൾ എത്ര, ഇത്ര ആശയടക്കങ്ങൾ എത്ര ഈശോയെ സന്ദർശിക്കാൻ വേണ്ടി പോയി, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ശരിക്കും നമ്മൾ ചില സ്ട്രിക്ട്നെസ്സിൻ്റെ പേരിലോ അല്ലെങ്കിൽ കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി പോലും പിള്ളേർ ചെയ്തതൊക്കെ ഭയങ്കര ഇഫക്റ്റീവായിട്ടുണ്ട്. ചേച്ചിക്ക് ആ മേഖലയിൽ എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചി? അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാനിപ്പോൾ ഈ ലിറ്റിൽ വേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണ സമയത്തേക്കും സിറ്റുവേഷൻസ് ഒന്നും മാറുന്നില്ല. പക്ഷെ നമ്മളുടെ ചിലപ്പോൾ ഇപ്പോൾ ഒരു വഴക്കിടണ സമയമായിരിക്കും, ആ സമയത്ത് നമ്മളുടെ മനോഭാവം മാത്രമേ മാറുന്നുള്ളൂ. ഈശോയോടൊപ്പം ചേരുന്നു, നമ്മൾ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നു. സിറ്റുവേഷൻ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒന്നും മാറുന്നില്ല. പക്ഷേ ഈശോ അതിന് നമുക്കൊരു ആശ്വാസമായിട്ട് സമർപ്പിക്കുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷം കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പൊ കുടുംബത്തിലാണെങ്കിൽ അന്തരീക്ഷം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. ഇപ്പൊ സ്കൂൾസിലൊക്കെ ആണെങ്കിലും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, മൂത്ത മോൻ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഷെയർ ചെയ്യണ സമയത്തേക്കും നമ്മൾ വിട്ടുകൊടുക്കാനായിട്ട് ഇങ്ങനെ ഉപദേശിക്കുമല്ലോ, വിട്ടുകൊടുക്കുമ്പോൾ കിട്ടണവരത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇളയവന്മാർ ഒരു ദിവസം ഇരുന്ന്, എൻ്റെ മൂന്നാമത്തത് നാലാമത്തൊക്കെ ആൺകുട്ടികളാണ്. അപ്പം അവരോട് ഇത് പറഞ്ഞു ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറയണ സമയത്തേക്കും മോൻ പറഞ്ഞൊരു കാര്യം, മൂത്ത ആൾ പറഞ്ഞൊരു കാര്യമുള്ളൂ, അമ്മ ഇവന്മാരെ അങ്ങനെ തന്നെ ആക്കുമല്ലേ, അവനങ്ങനെ ആയിപ്പോയി. അപ്പൊ ആ വിട്ടുകൊടുക്കുമ്പോൾ അപ്പൊ ഞാൻ പിന്നീടൊന്ന് ഞാൻ അവനോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചായിരുന്നു. അപ്പൊ എനിക്കും ഒരു കൺഫ്യൂഷൻ വന്നു, അത് നല്ലതായിട്ടാണോ പറഞ്ഞത് ഇതായിട്ടാണോ. അപ്പൊ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കൊരു വിഷമോ, നമ്മൾ ഇത്തിരി ഒരു പെയിൻഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് ചിലപ്പോൾ പ്രാപ്തി ഇല്ലാത്തതുപോലെ തോന്നുമായിരിക്കും ബാക്കിയുള്ളവർക്ക്, പക്ഷെ അതിൽ നിന്ന് കിട്ടണ ഇമ്പാക്റ്റ് അതാണ് പ്രധാനം. അപ്പം കൊച്ചു ശരിക്കും സന്തോഷത്തോടു കൂടി തന്നെയാണിത് പറഞ്ഞത്. നമ്മൾ ഈ സങ്കടങ്ങൾ കാഴ്ചവെക്കുന്നത് പറഞ്ഞ പോലെ നമുക്ക് സന്തോഷങ്ങളും, കൊച്ചു ത്രേസ്യ പറയുന്നത് സങ്കടങ്ങൾ മാത്രമല്ല, എൻ്റെ സന്തോഷങ്ങളും ഞാൻ കാഴ്ചവെക്കും. എനിക്ക് ഇവിടെ നിന്ന് സന്തോഷം ഞാൻ ഈശോയ്ക്കുള്ള ആത്മാക്കളും സന്തോഷങ്ങളും വിജയങ്ങളും. അതുപോലെ തന്നെ കൊച്ചു ത്രേസ്യ ഒരു ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സങ്കടം എനിക്കുണ്ടായി, ഞാൻ സങ്കടപ്പെട്ടു, എനിക്ക് അതിനകത്ത് വിട്ടുകൊടുക്കാൻ പറ്റിയില്ല. തിരിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഓർത്ത്, അയ്യോ എനിക്ക് വേണമെങ്കിൽ അത് കൊടുക്കായിരുന്നു. അപ്പോൾ കൊച്ചു ത്രേസ്യ പറയും, ഈശോയെ എന്നെ അന്ന് എനിക്ക് പറ്റിയില്ല, പക്ഷേ ഞാൻ ഇപ്പൊ തരുന്നു, തിരിച്ചു തന്നു, അപ്പൊ എനിക്ക് ഇപ്പൊ തരാം. അപ്പൊ അതും കാഴ്ചവെക്കാം. ഈ നിഷ്കളങ്കതയും ഈ ഒരു ദൈവത്തിന് മുമ്പിലുള്ള ഒരു സ്വാതന്ത്ര്യവും ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റുമാണ് ലിറ്റിൽ വേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. കാരണം ഇവരടുത്ത് പറഞ്ഞു, ഇവർക്ക് തോൽവി ഉണ്ടാകട്ടെ, തോൽവി കൊടുക്കാം, സങ്കടങ്ങൾ കൊടുക്കാം, സന്തോഷങ്ങൾ കൊടുക്കാം, നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം കാഴ്ചവെക്കും. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞ ഒരു അനുഭവം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ലിറ്റിൽ വേ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തായിരുന്നു. ഒത്തിരി ജീവിതത്തിലെ കുറേ ദുരന്തങ്ങളിലൂടെയും കുറേ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയും അവളുടെ ഒരു പ്രത്യേക സമയത്ത് കടന്നു പോകേണ്ടി വന്നു. അപ്പോഴത്തേക്ക് വിഷമങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഈ കൊച്ചു ത്രേസ്യയുടെ ലിറ്റിൽ വേ അവതരിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിലൊരു വേർഡ് വന്ന്, അപ്പോൾ ഞാനിപ്പോൾ അതുവരെ പറഞ്ഞതൊന്നും ഒക്കെ അത് കത്തുന്നൊന്നുമില്ല. ഒത്തിരി പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന ഉദാഹരണങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് എ സ്പിരിച്വൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓക്കെ, എന്തൊക്കെ കത്തി. അപ്പോൾ ഞാൻ വെച്ചു, വേസ്റ്റ് മാനേജ്മെൻറ്റ് സംഭവം എന്താണ്? നമുക്കിപ്പോൾ എന്തായാലും ഒന്ന് വേസ്റ്റ് എന്ന് വിചാരിക്കുന്ന നമ്മുടെ സംഭവങ്ങളെ നമുക്കെടുത്ത് വേറെ സാധനങ്ങൾ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നമ്മളിപ്പോൾ അകത്ത് ഉപയോഗിച്ച വെള്ളം നമുക്ക് വീണ്ടും അതൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് വീണ്ടും നമുക്ക് പുറത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നഷ്ടപ്പെടുത്തി കളയണ്ട. ഇത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. പഠിപ്പൊക്കെ വെച്ചായിരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, കുറേ ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്, നാണക്കേടുകളുണ്ട്, അപമാനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മറ്റു മേഖല ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ, ഇപ്പോൾ നിൻ്റെ പ്രൊഫഷണൽ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ തമ്പുരാൻ പറയാണ്, തമ്പുരാൻ എൻ്റെ ആ സഹനങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് സമർപ്പിക്കുന്നു, അവർ കടന്നു പോകുന്ന ആ മേഖലകളിൽ അവർക്ക് വിജയം കൊടുക്കണമേ. അല്ലെങ്കിൽ ഞാൻ ഈ കടന്നു പോകുന്ന അതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ, അപമാനിക്കപ്പെടുന്നതിൻ്റെയൊക്കെ, അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ അടുത്തിടെ വീണ്ടും ആ സുഹൃത്തിനെ കണ്ടുമുട്ടി. ഇപ്പോൾ അവൾ വിവാഹം കഴിഞ്ഞ് ഭയങ്കര സന്തോഷപൂർവ്വം ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ മടിയിൽ ജീവിക്കുന്ന അവസ്ഥയാണ്. അവളെന്ന് പറയാണ്, ജെറിൻ അന്ന് എന്നോട് പറഞ്ഞ സ്പിരിച്വൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ ഇപ്പോൾ ഉള്ള സകല ഇതിന് കാരണം അതാണ്. എന്നിട്ട് അവൾ അടുത്ത പടി പറയാണ്, ഞാൻ എൻ്റെ അടുക്ക് വന്ന കുഞ്ഞുങ്ങൾക്കും എൻ്റെ കൂട്ടുകാരികൾക്കെല്ലാം ഞാനിതൊരു വലിയ സ്വർഗത്തിലേക്കുള്ള വഴിയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് തന്നെയാണ് കൊച്ചുത്രേസ്യയുടെ വഴി. കുഞ്ഞു വഴികളിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കണം, നമ്മുടെ ദിവസം എന്തോരം സ്റ്റെപ്പ് കയറി പോകുന്നു. വീട്ടിൽ സ്റ്റെപ്പുണ്ട്, സ്കൂളിൽ സ്റ്റെപ്പുണ്ട്, ബസ്സിൽ കയറുന്ന ബസ്സിൽ സ്റ്റെപ്പുണ്ട്, പള്ളിയിൽ പോണ പള്ളിയിൽ സ്റ്റെപ്പുണ്ട്. ഈ ഓരോ സ്റ്റെപ്പും കയറിപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്തോരം ആത്മാക്കൾ സ്വർഗത്തിൽ പോയനെ. നേരത്തെ പ്രീസിച്ച് പറഞ്ഞ പോലെ ഒരു ദിവസം നമ്മൾ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര ഉണ്ടേ വായിലേക്ക് എടുത്ത് വെക്കുന്നത്. കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഓരോ ഉണ്ട് വെക്കുമ്പോഴും 10 ആത്മാക്കൾ പോകുമെങ്കിൽ എന്തോരം ആത്മാക്കൾ രക്ഷപ്പെട്ടു പോയനെ. എത്ര പ്രാവശ്യമാണ് നമ്മൾ ദിവസത്തിൽ വെള്ളം കുടിക്കുന്നത്. ഓരോ വെള്ളത്തിലും ഓരോ ഗ്ലാസ് എടുക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും ഓടുമ്പോഴും, ഈവൻ ഒരിക്കൽ ധ്യാനത്തിൽ ഒരു അച്ഛൻ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഉറക്കം പോലും നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ തമ്പുരാൻ എൻ്റെ ഉറക്കം, എനിക്ക് സുഖകരമായ ഉറക്കമുണ്ടല്ലോ, ഈ ഉറക്കം കൂടി ഞാൻ സ്വർഗത്തിലേക്ക് സമർപ്പിക്കുന്നു. ഉറക്കം നഷ്ടപ്പെടുന്ന അനേകർക്ക് ഇതൊരു ശാന്തിയാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും, വിജയവും പരാജയവും സന്തോഷവും വീഴ്ചയും ഉയർച്ചയും എല്ലാം തമ്പുരാൻ നൽകിയതെല്ലാം, കനിഞ്ഞു നൽകിയതെല്ലാം നമുക്ക് തിരിച്ച് സ്വർഗത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ അത് ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ ഒത്തിരി വലിയ കാരണമാവും. അത് നമ്മുടെ കുഞ്ഞുനാളിലെ മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഉദരത്തിലും നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി കൊച്ചുരേസ്യമാർ പിറക്കും, ഒത്തിരി ഡോൺ ബോസ്കോമാരുണ്ടാവും, ഒത്തിരി ചാവറാച്ചന്മാർ വീണ്ടും, അൽഫോൺസാമ്മമാരൊക്കെ വീണ്ടും നമ്മുടെ നാട്ടിൽ പിറക്കും. അതിനുള്ള സ്വർഗം തന്ന വഴിയാണ് നമ്മുടെ കുഞ്ഞു സഹോദരിയിലൂടെ, കൊച്ചുരേസ്യയിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല സിമ്പിൾ ആത്മീയത, കുറുക്ക് വഴി, ദ ലിറ്റിൽ വേ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കുടുംബം ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയതയിൽ ഈ കുറുക്ക് വഴികൾ കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് കരങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. കൊച്ചുരേസ്യയുടെ കുറുക്ക് വഴി അവൾ പ്രാക്ടീസ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവളുടെ സഹോദരിമാർ, അവളുടെ അപ്പൻ, അമ്മ എല്ലാവരും വിശുദ്ധരാവാൻ, അവൾ തന്നെ വിശുദ്ധരാവാൻ, വരുന്ന തലമുറയിൽ അനേകരെ, നമ്മൾ ആദ്യം പറഞ്ഞ വാഴ്ത്തപ്പെട്ട വാനുൾപ്പെടെ അനേകർക്ക് വിശുദ്ധിക്ക് കാരണമായി. തമ്പുരാനെ, ഇതെൻ്റെ ഒരു ബോധ്യമായിട്ട് എന്നിലും വളരട്ടെ. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും തമ്പുരാൻ എനിക്ക് നൽകുന്നത്, ഓരോ അനുഭവങ്ങളും നൽകുന്നത് അനേക ആത്മാക്കളെ, ശുദ്ധീകരണ ആത്മാക്കളെയും എൻ്റെ ചുറ്റുപാടുള്ള സകല ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് നയിക്കാനും എൻ്റെ ആത്മാവ് സ്വർഗം കിട്ടാനും വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു അനുഭവവും നഷ്ടമല്ല, ഒരു അനുഭവവും വേസ്റ്റ് അല്ല. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതാനുഭവങ്ങളെ പഴിച്ചു നിൽക്കുന്നവനാണെങ്കിൽ, എനിക്ക് കിട്ടുന്ന പരാജയങ്ങളെയും അപമാനങ്ങളെയും രോഗങ്ങളെയും സാമ്പത്തികമായ വീഴ്ചകളെല്ലാം പഴിച്ച് നിരാശപ്പെട്ട് നിൽക്കുന്നവനാണെങ്കിൽ, ഇതെൻ്റെ ദൈവാനുഭവത്തിന് രാത്രിയാവട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിലേക്ക് ദൈവാത്മാവ് പ്രത്യാശയുടെ ആത്മാവ് അയച്ചു തരട്ടെ. ഒത്തിരി പേർക്ക് സൗഖ്യം ലഭിക്കട്ടെ. ഒത്തിരി പേരുടെ മുറിവുകൾ ഉണക്കപ്പെടട്ടെ. എനിക്ക് കിട്ടിയ മുറിവുകളെല്ലാം തിരുമുറിവുകളാക്കാൻ തമ്പുരാൻ തന്നതായിരുന്നു. അനേകരെ സ്വർഗത്തിലേക്ക് അയക്കാനും എൻ്റെ ചുറ്റുപാടുള്ളവരെ സ്വർഗത്തിലേക്ക് അയക്കാൻ തന്ന അനുഭവങ്ങളായിരുന്നു. തമ്പുരാനെ, ഇതൊക്കെ നഷ്ടപ്പെടുത്തിയതിൽ മാപ്പ്. തമ്പുരാനെ, വീണ്ടും ഉദ്രേസ്യ പറഞ്ഞതുപോലെ എൻ്റെ പഴയ അനുഭവങ്ങളെ കൂടി ഞാൻ തരുന്നു. ഞാൻ നഷ്ടപ്പെടുത്തിയ നന്മ ചെയ്യാനുള്ള അനുഭവങ്ങളെ കൂടി തരുന്നു. ഇനിയും ഈ കുഞ്ഞു വഴിയിലൂടെ, കുറുക്ക് വഴിയിലൂടെ നടന്നു പോകാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല തമ്പുരാനെ. പക്ഷേ എൻ്റെ കുഞ്ഞു കുഞ്ഞു ജീവിതാനുഭവങ്ങളും എൻ്റെ നന്മകളും എൻ്റെ വീഴ്ചകളും എല്ലാം പ്രാർത്ഥനകളായി ഏറ്റെടുത്ത് സ്വർഗത്തിന് സ്വീകാര്യമായ ജീവിതമാക്കി എന്നെ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, പ്രത്യേകമായി എൻ്റെ കുറുക്ക് വഴിയിൽ നീ എൻ്റെ വലതുകരം പിടിച്ച് മുൻപേ നടക്കണമേ. മാലാഖമാരെയും ദൈവദൂതന്മാരെയും സ്വർഗത്തിൻ്റെ സകല സൈന്യത്തെയും ചുറ്റും നിർത്തി എൻ്റെ കുറുക്ക് വഴിയിലൂടെയുള്ള നടത്തം നിലച്ചു പോകാതെയും വീഴാതെയും പതറാതെയും സ്വർഗം നോക്കി സഞ്ചരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് തലകുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥവും സംരക്ഷണവും കരുതലും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ചെറിയൊരു കാര്യം കൂടി, ഒരു കാര്യം ഉറപ്പുവരുത്തുക. ബൈബിളിനോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നവമാലിക എന്ന ഒരു കുഞ്ഞു ഗ്രന്ഥം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇതൊരു ജീവിതശൈലിയും ജീവിത നിയമമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് സമ്മാനമായിട്ടും സുഹൃത്തുക്കൾ സമ്മാനമായിട്ടും ഇതൊന്ന് ഉറപ്പുവരുത്തുക, ഇത് കൊടുക്കാനും നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്താനും. ഈശോ മിശിഹായെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.